ഹായ് മക്കളെ, വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് കോണിക് സെക്ഷൻ. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇതിലെ ഇക്വേഷൻസും കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചാൽ മതി. ഈ ചാപ്റ്ററിൽ നിന്ന് നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹൈ ഗൈസ്, വെൽക്കം ടു എജ്യൂപോഡ്. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് സർക്കിൾ വിത്ത് സെന്റർ 2 2 ആൻഡ് പാസിംഗ് ത്രൂ ദി പോയിന്റ് 4 5. ഈ ഒരു ചോദ്യത്തിലൂടെ നിങ്ങൾ സർക്കിളിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കും. നോക്കിക്കോ, അപ്പോൾ നമുക്കിവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ആ സർക്കിളിന്റെ പ്രത്യേകത പറഞ്ഞാൽ സർക്കിളിന്റെ സെന്റർ 2 2 ആണ് ആൻഡ് സർക്കിളിലുള്ള ഒരു പോയിന്റ് ആണ് 4 5 എന്ന് പറയുന്നത്. ഈ സെന്റർ 2 2 സർക്കിളിലുള്ള ഒരു പോയിന്റ് ആണ് 4 5 എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇത് ഞാൻ ജോയിൻ ചെയ്താൽ എനിക്ക് കിട്ടുന്നത് റേഡിയസ് ആണ്. ഒരു സർക്കിളിന്റെ ഇക്വേഷൻ എങ്ങനെ ഫൈൻഡ് ചെയ്യുക? അതിന് നമുക്ക് സെന്ററും വേണം, റേഡിയസും വേണം. അപ്പോൾ എന്തായാലും നമുക്ക് സെന്റർ അറിയാം. സെന്റർ എന്ന് പറയുന്നത് 2 2 ആണ്, അതിന് സംശയമൊന്നുമില്ല, 2 2. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ റേഡിയസ് ഫൈൻഡ് ചെയ്യുക? റേഡിയസ് R എങ്ങനെ ഫൈൻഡ് ചെയ്യുക? സിമ്പിൾ. റേഡിയസ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, സർക്കിളിൽ ഒരു പോയിന്റും സെന്ററും തന്നിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഈ രണ്ട് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് റേഡിയസ് അല്ലേ? വിച്ച് മീൻസ് ഒന്നിന് നിങ്ങൾ x1 y1 കൊടുക്കുക, ഒന്നിന് x2 y2 കൊടുക്കുക. അപ്പോൾ x2 മൈനസ് x1 ഹോൾ സ്ക്വയർ, അതായത് 4 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് 2 ഹോൾ സ്ക്വയർ. ഇതാണ് എന്ത്? ആ സർക്കിളിന്റെ റേഡിയസ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 മൈനസ് 2 2, 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 4 കിട്ടും. 5 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 3, 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ 4 പ്ലസ് 9 എത്രയാണ്? √13. ഇതിൻ്റെ ആൻസർ റേഡിയസ് ആയിട്ട് കിട്ടുക 4 പ്ലസ് 9 13, റേഡിയസ് ആയിട്ട് കിട്ടുക നിങ്ങൾക്ക് √13. സിമ്പിൾ ആണല്ലോ, ഒരു ബുദ്ധിമുട്ടില്ല. സെന്റർ കിട്ടി, റേഡിയസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിക്കേ, ഇക്വേഷൻ ഓഫ് സർക്കിൾ. ആ സർക്കിളിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുക? ഏതൊരു സർക്കിൾ ആണെങ്കിലും നിങ്ങൾക്ക് സെന്ററും റേഡിയസും ഉണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ നിങ്ങൾ ഇത് ഇങ്ങനെയാണ്: x മൈനസ് h ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു r സ്ക്വയർ. എടാ, ഇവിടെ സെന്റർ തന്നത് 2 2 ആണ്. അതായത് നിങ്ങളുടെ h, k എന്ന് പറയുന്നത് ഇതാ ഈ 2, 2. സോ x മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു റേഡിയസ് √13 ആണ്. അപ്പോൾ √13 സ്ക്വയർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും x സ്ക്വയർ പ്ലസ് x സ്ക്വയർ മൈനസ് അല്ല, അപ്പോൾ x സ്ക്വയർ മൈനസ് 2 ഇൻറ്റു x ഇൻറ്റു 2 വിച്ച് മീൻസ് 4x പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 പ്ലസ് y സ്ക്വയർ മൈനസ് 2 ഇൻറ്റു y ഇൻറ്റു 2 ദാറ്റ് ഈസ് 4y പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഈക്വൽ ടു √13 സ്ക്വയർ 13. നിങ്ങൾ ജനറൽ ഫോമിലേക്ക് എപ്പോഴും മാറ്റി ചെയ്താൽ, അതായത് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആദ്യം ചെയ്താൽ, എന്നിട്ട് എക്സും y ഉള്ള ടേം, അതായത് മൈനസ് 4x മൈനസ് 4y എഴുതി. 2 സ്ക്വയർ ആൻഡ് ഇവിടെ 2 സ്ക്വയർ 4, 2 സ്ക്വയറും 2 സ്ക്വയറും 4ഉം 4ഉം 8 എന്ന് കിട്ടും. അപ്പോൾ പ്ലസ് 8, ഈ 13 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 13 ഈക്വൽ ടു 0. സോ യുവർ ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ വിൽ ബി x സ്ക്വയർ പ്ലസ് y സ്ക്വയർ മൈനസ് 4x മൈനസ് 4y. 8 മൈനസ് 13 എന്ന് പറഞ്ഞാൽ മൈനസ് 5. അപ്പോൾ ഇതാണ് എന്ത്? നിങ്ങളുടെ ആ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇങ്ങനെയുള്ള ഏത് ചോദ്യം വന്നിട്ടുണ്ടെങ്കിലും എഴുതാൻ പറ്റണം. റെഡിയാണ്, ഈസിയാണ്, സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ ആണ് തന്നത്. ഫൈൻഡ് ദ സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഒരു സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c. ഇങ്ങനെയാണ് സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ തരിക. അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിന്റെ റേഡിയസും സെന്ററും, സെന്റർ എന്ന് പറഞ്ഞാൽ മൈനസ് ജി മൈനസ് എഫ് ആണ്. ഓർത്ത് വെക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളതാണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ √g സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് ചെയ്യുക. ഈ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. വളരെ ഈസി. സോ നോക്കിക്കോ. ഈ ഒരു സർക്കിൾ നമ്മൾ ആ എക്സിൻ്റെയും വൈൻ്റെയും കോയിഫിഷ്യൻസ് കമ്പയർ ചെയ്യും. ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ -4, ഇവിടെ 2g അല്ലേ? അപ്പം ഞാൻ എന്താ ഇതെന്നറിയോ? 2g ഈക്വൽ ടു -4, അതായത് g ഈക്വൽ ടു -4/2 വിച്ച് മീൻസ് g ഈക്വൽ ടു -2. ഓക്കെ, ആൻഡ് ഇവിടെ വൈയുടെ കോയിഫിഷ്യൻ 6, ഇവിടെ 2f. അപ്പോൾ 2fന് ഈക്വൽ ആയിട്ടുള്ളത് 6 ആണ്. അതിൻ്റെ അർത്ഥം f ഈക്വൽ ടു 6/2 ആൻഡ് എഫിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഇനി വേണ്ടത്, നിങ്ങളോട് ചോദ്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, അതിൻ്റെ സെൻറ്ററും റേഡിയസും. അപ്പോൾ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് സെൻറ്റർ കിട്ടി. എന്താ സെൻറ്റർ എന്ന് പറയുന്നത്? -g -f. അപ്പോൾ നോക്കിക്കോ, ഇവിടെ g ആയിട്ടുള്ളത് -2 ആണ്. അപ്പോൾ -2 എടുക്കുമ്പോൾ g2 കിട്ടും. f 3 അല്ലേ? അപ്പോൾ -f എന്ന് പറഞ്ഞാൽ -3. ദിസ് ഈസ് ദ സെൻറ്റർ ഓഫ് ദാറ്റ് സർക്കിൾ. ആൻഡ് നിങ്ങൾക്ക് വേണ്ടത് റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ r ഈക്വൽ ടു √ ഇക്വേഷൻ ഓർത്ത് വെക്കുക, g സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് c. g സ്ക്വയർ, g എത്രയാണ് വാല്യൂ കിട്ടിയത്? -2. അപ്പോൾ -2ന്റെ സ്ക്വയർ പ്ലസ് എഫ് എത്ര വാല്യൂ കിട്ടിയത്? 3. അപ്പോൾ 3 സ്ക്വയർ മൈനസ് c ആയിട്ടുള്ളത് എത്ര നോക്കുക? c എന്ന് പറയുന്നത് ഈ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ കോൺസ്റ്റന്റ് ഉള്ളത് -12 ആണ്. അത് ശ്രദ്ധിക്കണം, നെഗറ്റീവ്. അപ്പോൾ അതാ -12 എന്ന് ഇട്ട് കൊടുക്കുന്നു. സോ യുവർ ആൻസർ വിൽ ബി 4 പ്ലസ് 3 സ്ക്വയർ 9 പ്ലസ് 12, മൈനസും പ്ലസ് ആയി. 4 പ്ലസ് 9 13 പ്ലസ് 12 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 25 കിട്ടും. √25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. അപ്പോൾ റേഡിയസ് എത്രയാണ്? 5 യൂണിറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ തന്നാൽ സെൻറ്ററും റേഡിയസും ഫൈൻഡ് ചെയ്യുക എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കൺസിഡർ ദി ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ ടു 12x. ഇത് ഏതാടാ? പാരബോള. സോ y സ്ക്വയർ ഈക്വൽ ടു 12x ആണെങ്കിൽ എങ്ങനെയാണ് അത് മനസ്സിലാവുക ഏത് ഷേപ്പുള്ള പാരബോളയാണെന്ന്? ഇവിടെ സ്ക്വയർ ഇല്ലാത്ത ടേം നോക്കുക x,
സ്ക്വയർ ഇല്ലാത്ത ടേമിന് മുമ്പിലുള്ള സൈൻ നോക്കുക പോസിറ്റീവ്. അപ്പോൾ ഇത് പോസിറ്റീവ് എക്സ് ആക്സിലേക്ക് ഓപ്പൺ ആയി കിടക്കുന്ന പാരബോള ആയിരിക്കും. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നോക്ക്, ഈ ഒരു പാരബോള ആയിരിക്കും, ഈ ഒരു ഷേപ്പിൽ വരുന്ന പാരബോള ആയിരിക്കും വെർട്ടെക്സ് 0 0 ആയിട്ടുള്ള. ഈസിയാ. ഇതിന്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ ഇത് ഇങ്ങനെയാണ്, y² = 4ax. ഓക്കെ ആണ്. ആൻഡ് അടുത്ത നോക്കിക്കും, ഇതിന്റെ ഫോക്കസ്. എടാ ഇതിന്റെ ഫോക്കസ് ഞാൻ മാർക്ക് ചെയ്ത ഇവിടെയാണ്, ഫോക്കസ് ഇവിടെയാണ് മാർക്ക് ചെയ്യുക. അത് A0 എന്നാണ് എഴുതുക. ആൻഡ് ഇതേ A ഡിസ്റ്റൻസ് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതിന്റെ ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് നമ്മൾ എഴുതുക ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ -a അല്ലേ നമ്മൾ മാർക്ക് ചെയ്യുക. A ഡിസ്റ്റൻസ് ലെഫ്റ്റിലേക്കാണ് -a. അപ്പോൾ ഡയറക്ട്രിക്സ് x = -a എന്ന് ആണ് എഴുതുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നോക്കി വെച്ചോ. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്നുള്ളത് നോക്കാം. ഫോക്കസ് വേണം. അത് ഞാൻ ഇതിന്റെ ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്യും. 4ax 12x, y² = 12x, y² = 4ax. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 12xന് ഈക്വൽ ആയിട്ടുള്ളത് നമുക്ക് 4ax ആണ്. അങ്ങനെ കമ്പയർ ചെയ്ത് എഴുതിയാൽ മതി. എക്സും എക്സും ക്യാൻസൽ. അപ്പോൾ ഈ A4 ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ 12/4 = a എന്ന് കിട്ടും. ആൻഡ് a = 12/4 എന്താ 3. എയുടെ വാല്യൂ 3 ആണ്. അത് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഏത് ചോദ്യത്തിനും നിങ്ങൾക്ക് ആൻസർ കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫോക്കസ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ അത് A0 ആണ്. നിങ്ങൾ അവിടെ കണ്ടല്ലോ. അപ്പോൾ A0, എയുടെ വാല്യൂ 3. അപ്പോൾ ഫോക്കസ് എന്താ 30. അടുത്തത് ഡയറക്ട്രിക്സ് ആണ്. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ x = -a. അപ്പോൾ നോക്ക്, ഡയറക്ട്രിക്സ് എന്റെ വാല്യൂ 3 അല്ലേ. അപ്പോൾ ഡയറക്ട്രിക്സ് x = -3. ആൻഡ് അടുത്തത് ലാറ്റസ് റെക്റ്റം ഞാൻ ഷോർട്ടായിട്ട് എല്ലാവരും എഴുതി. ലാറ്റസ് റെക്റ്റം ഓഫ് എനി പാരബോള 4a. അത് നിങ്ങൾ ഇങ്ങനെ ഫൈൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇവിടെ എക്സോ വൈയോ അതിന് മുമ്പിൽ നെഗറ്റീവ് ഉണ്ടോ എന്നുള്ളത് ഒന്നും മൈൻഡ് ചെയ്യേണ്ട. ആ ഒരു നമ്പർ ഏതാണോ അതാ ലാറ്റസ് റെക്റ്റം. അതായത് നോക്ക്, 4a = 12 അല്ലേ. അപ്പോൾ ആ ഒരു നമ്പറിനെയാണ് നമ്മൾ ലാറ്റസ് റെക്റ്റം ആയിട്ട് എടുക്കുന്നത് 12. ഇനിയിപ്പോൾ -12 ആണെങ്കിലോ 12 ആയിരിക്കും ലാറ്റസ് റെക്റ്റം. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് പാരബോള വിത്ത് ഫോക്കസ് -60 ആൻഡ് ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് x = 6. അപ്പോൾ നിങ്ങൾ ഈ പാരബോളയുടെ ഷേപ്പ് ഒന്ന് വരച്ചു നോക്കുക. നോക്ക്, -60 ആണ് ഫോക്കസ്. -60 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എക്സ് ആക്സിൽ ഉണ്ടാവുക. ഇവിടെയാണ് ഫോക്കസ് എങ്കിൽ അത് നോക്കിക്കേ, നെഗറ്റീവ് എക്സ് ആക്സിലേക്ക് ഓപ്പൺ ആയി കിടക്കുന്ന പാരബോള ആയിരിക്കും. ഒരു റഫ് ഫിഗർ ഞാൻ വരച്ചതാണ് കേട്ടോ. സോ റെഡി. വെർട്ടെക്സ് 0 0 ആയിരിക്കും കേട്ടോ. അങ്ങനെയാണ് നോക്ക്. ഡയറക്ട്രിക്സ് x = 6. അതായത് ഡയറക്ട്രിക്സ് ഇതായിരിക്കും, ഏകദേശം ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഇത് x = 6 എന്നാണ്. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ് എന്താ, -a0 ആണ് നമ്മൾ ഫോക്കസ് ആയിട്ട് എടുക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തത് -60, വിച്ച് മീൻസ് അതിന്റെ അർത്ഥം എന്താ നോക്കിക്കേ, -a = -6. അതായത് എയുടെ വാല്യൂ എന്ന് പറയുന്നത് 6. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഇക്വേഷൻ എഴുതാം. ഇതിന്റെ ഇക്വേഷൻ എങ്ങനെ വരിക, നെഗറ്റീവ് എക്സ് ആക്സിലേക്ക് ഓപ്പൺ ആയി കിടക്കുന്നത്. അപ്പോൾ -4x, സ്ക്വയർ അല്ലാത്ത ടൈം x. അപ്പോൾ y² = -4x, y² = -4 ഇൻറ്റു എക്ക് പകരം കൊടുക്കേണ്ട വാല്യൂ എന്താ 6 ഇൻറ്റു x. y² = -24x. 4 × 6 24 അല്ലേ. അപ്പോൾ ഇതാണ് എന്ത്, ആ പാരബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ. 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡയറക്ട്രിക്സ് ഓഫ് ദി പാരബോള x² = -4ay. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, y ഉണ്ട് ആൻഡ് നെഗറ്റീവാണ്. അപ്പം നെഗറ്റീവ് y ആക്സിലേക്ക് ഓപ്പൺ ആയി കിടക്കുന്ന ഒരു പാരബോള. അപ്പോൾ നോക്കി, ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്ന കോർഡിനേറ്റ് ഫോക്കസ് എന്തായിരിക്കും, 0 -a ആയിരിക്കും. അങ്ങനെയാണ് ഇതേ a ഡിസ്റ്റൻസ് നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഫോക്കസ് വരുന്ന ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കും. അതാണ് ഡയറക്ട്രിക്സ്. സോ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്താ വരിക, ഇവിടെ മാർക്ക് ചെയ്യുന്ന പോയിന്റ് a ആയിരിക്കില്ലേ. ഈ ലൈനിൽ ഏത് പോയിന്റ് എടുത്താലും y കോർഡിനേറ്റ് എന്തായിരിക്കും, a. അങ്ങനെയാണെങ്കിൽ y = a ആണ് ഡയറക്ട്രിക്സ്. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല. അപ്പോൾ ഡയറക്ട്രിക്സ് y = a ആണ് ഡയറക്ട്രിക്സ് y = a. അപ്പോൾ y = a എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഈ +a ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ y - a = 0. അപ്പോൾ ഇതാണ് റൈറ്റ് ആൻസർ. ഗോട്ട് ഇറ്റ്? കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും 4 മാർക്കിന് ചോദിക്കുന്നതാണ് എലിപ്സിലെ ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് ഫോസൈ വെർട്ടിസസ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഓഫ് ദി എലിപ്സ്. ഒരു എലിപ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ അതിൻ്റെ മേജർ ആക്സിസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഞാനൊരു എലിപ്സ് ഇവിടെ വരച്ചു, ഒരു ചെറിയ എലിപ്സ്. ഈ എലിപ്സിൽ ഞാൻ ആക്സിസ് കൊടുക്കുകയാണ്, ഇത് എക്സ്, വൈ, ഇത് എക്സ്. ഞാൻ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ മേജർ ആക്സിസ് ആയിട്ട് എക്സ് എടുത്തത്? സിമ്പിളാണ്, കാര്യം ശ്രദ്ധിച്ചോ. x² ഡിനോമിനേറ്ററിലാണ് ഏറ്റവും വലിയ നമ്പർ വരുന്നതെങ്കിൽ 25 അല്ലേ ഇവിടെ വലുത്, അതിൻ്റെ മേജർ ആക്സിസ് എക്സ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം ഫോക്കസ് ഉള്ള ആക്സിസ് എക്സ് ആയിരിക്കും. റെഡി? അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. വലുത് ഏതാണോ, എലിപ്സിൻ്റെ കേസിൽ വലുത് ഏതാണോ വരുന്നത് അതായിരിക്കും a². അപ്പോൾ a² 25 ആണെങ്കിൽ a5 +5 മാത്രം എടുത്താൽ മതി. ആൻഡ് b² എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും. ചെറുത് 16 ആണെങ്കിൽ ബീൻ്റെ വാല്യൂ എത്രയായിരിക്കും, 4. എലിപ്സിൽ നിങ്ങൾക്ക് എന്ത് ഫൈൻഡ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ആദ്യം c വേണം. ഇവിടെ തന്ന ചോദ്യത്തിലൊക്കെ നിങ്ങൾക്ക് c
ഫൈൻഡ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എലിപ്സിൻ്റെ കേസിൽ സി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറാണ്. നോട്ട് ചെയ്ത് വെക്കണേ. അപ്പോൾ സി ഈക്വൽ ടു നോക്ക്, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. 25 മൈനസ് 16 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 ആൻഡ് സി ഈക്വൽ ടു 3. സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ഒരു പ്രശ്നവുമില്ല, കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആണ് അല്ലേ. ഇനി നിങ്ങളോട് ചോദിച്ചത് എന്താണോ അതിനൊക്കെ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. വളരെ ഈസിയാണ്. ഇത് ഫോക്കസ് എക്സ് ആക്സിസ് ആയിട്ടുള്ള മേജർ ആക്സിസ് എക്സ് ആയിട്ടുള്ള എലിപ്സ് ആണ്. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിന്റെ ഫോക്കസ് ആ ചോദ്യം. ഫോക്കസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എടാ ഫോക്കസ് വളരെ സിമ്പിളാ. സി വെച്ചാണ് നമ്മൾ ഫോക്കസ് എടുക്കുക. ഇതാണ് ഒരു ഫോക്കസ്, ഇതാണ് അടുത്ത ഫോക്കസ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് C0. അപ്പോൾ ആൻസർ ഇതൊന്ന് നോക്കിക്കോ. ഫോക്കസിന് നമ്മൾ ഫോസൈ എന്ന് പറയും, രണ്ടെണ്ണം ഉള്ളപ്പോൾ. അപ്പോൾ പ്ലസ് ഓർ മൈനസ് C0 അങ്ങനെയാണ് ആൻസർ നോക്കുക. എന്താ നോക്കിക്കേ, സിന്റെ വാല്യൂ 3 അല്ലേ, അപ്പോൾ പ്ലസ് ഓർ മൈനസ് 30. സിമ്പിൾ. അടുത്തത് വേർട്ടിസസ് ആ. വേർട്ടിസസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റ്, അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എ വെച്ചിട്ടാണ്. ഇവിടെ ഉള്ളതും ഇതാണ് മൈനസ് A0യും പ്ലസ് A0യും. അപ്പോൾ നിങ്ങൾക്ക് എ വാല്യൂ കിട്ടിയത് 5 ആയതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് 50 ഇതാണ് എന്ത്, വേർട്ടിസസ്, വെർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ്. സോ നോക്കിക്കോ. അടുത്തത് നിങ്ങൾക്ക് വേണ്ടത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. അപ്പോൾ ലെങ്ത് ഓഫ് മേജർ ആക്സിസിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അത് 2a ആണ്. 2a മേജർ ആക്സിന്റെ ലെങ്ത് എന്താ, 2a. അപ്പോൾ നോക്ക് നിങ്ങൾ 2 into a 5 അല്ലേ, അപ്പോൾ 2 into 5 നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും, 10 കിട്ടും. അടുത്തത് വേണ്ടത് ലാറ്റസ് റെക്ടം. മൈനർ ആക്സിന്റെ ലെങ്ത് അപ്പോൾ 2b ആയിരിക്കും. 2 into 4 8 കിട്ടും. അടുത്തത് വേണ്ടത് ലാറ്റസ് റെക്ടം. ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ 2b² അപ്പോൾ നോക്ക് 2 into b² ആയിട്ടുള്ളത് എത്രയാ, 16 അല്ലേ, അപ്പോൾ 2 into 16 ഡിവൈഡഡ് ബൈ a എന്ന് പറഞ്ഞാൽ 5. സോ യുവർ ആൻസർ വിൽ ബി 32/5. ഒരാൾ കൂടി ക്വസ്റ്റ്യൻ ഇല്ലാത്തതാണ്, ഞാൻ വെറുതെ എഴുതി വെക്കുന്നു. എസെൻട്രിസിറ്റി E ഈക്വൽ ടു C/A. ഇതും ചോദിക്കാറുണ്ട്. ഇക്വേഷൻ പഠിച്ചു വെക്കണം. എസെൻട്രിസിറ്റി E C/A. സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ 3, എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ 5. അപ്പോൾ ഇതാ 3/5. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. സംഭവം ഈസി ആണല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതേ മോഡലാണ്, പക്ഷേ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലല്ല. സ്റ്റാൻഡേർഡ് ഫോം എപ്പോഴും ഇതേപോലെ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഇതിനൊന്ന് നിങ്ങൾ സ്റ്റാൻഡേർഡ് ഫോമിലാക്കണം. എന്താ ചെയ്യുക നിങ്ങൾ, 100x² + 25y² ഈക്വൽ ടു 2500. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കണമെങ്കിൽ റൈറ്റിൽ എന്താണോ ഉള്ളത് ആ ടേം കൊണ്ട് മൊത്തത്തിൽ അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 2500 കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആൻസർ കിട്ടും നോക്കിക്കോ. 2 0 ക്യാൻസൽ. അപ്പോൾ x²/25 പ്ലസ് ഇവിടെ എന്താ വരിക, 25ഉം 2500ഉം. 25ൽ 25 1 ടൈം, 2500ൽ 100 ടൈംസ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 100 കിട്ടും. അപ്പോൾ ഈക്വൽ ടു 2500/2500 1 അല്ലേ. സോ ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോ. വലുത് ഏതാ, 100. അപ്പോൾ a² 100, എൻ്റെ വാല്യൂ 10. ചെറുത് b² 25, അങ്ങനെയാണ് ബിൻ്റെ വാല്യൂ √25 വിച്ച് മീൻസ് 5. ഇനി കൃത്യമായിട്ട് നോക്കിക്കേ. ഇതാണ് നിങ്ങളുടെ എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ നോക്കി, y² ഡിനോമിനേറ്ററിലെ വലുതുള്ളത്. അപ്പോൾ y² വലുത് വരുന്ന, അല്ലെങ്കിൽ y മേജർ ആക്സിസ് ആയിട്ട് വരുന്ന ഒരു എലിപ്സ്, അതിൻ്റെത് കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ എലിപ്സ് y മേജർ ആക്സിസ് ആണെങ്കിൽ എലിപ്സ് ഇങ്ങനെ വരിക, ലുക്ക് ലൈക്ക് ദിസ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇതിൽ നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഫോക്കസ് ഉണ്ടാവുക y ആക്സിസിലാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുക, ഫോക്കസ് y ആക്സിലാണ് ഉണ്ടാവുക. അപ്പോൾ y ആക്സിൻ്റെ ഈ എൻഡ് പോയിന്റ് ഇത് രണ്ടും ആയിരിക്കും വേർട്ടിസസ് ആയിട്ട് വരുന്നത്. റെഡിയാണ്, സിമ്പിളാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, സി ഫൈൻഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ സി എന്തായാലും ഫൈൻഡ് ചെയ്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞു. സി ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ ഏത് എലിപ്സ് ആവട്ടെ, സി ഈക്വൽ ടു √a² - b². അപ്പോൾ നോക്ക്, √ ഓഫ് a² 100 ആണ്, b² 25 ആണ്. അപ്പോൾ 100 - 25 എന്ന് പറഞ്ഞാൽ √75. അപ്പോൾ ഇതാണ് സി. വേണമെങ്കിൽ ഷോർട്ടാക്കി 25 × 3, അത് നിങ്ങൾക്ക് 25ൻ്റെ റൂട്ട് എടുത്തിട്ട് 5√3 എന്ന് എഴുതാം. എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, കറക്റ്റാണ്. അപ്പോൾ സി √75 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫോസൈ, വെർട്ടിസസ്, എസെൻട്രിസിറ്റി, ലാറ്റസ് റെക്ടം. അപ്പോൾ ഫസ്റ്റ് കാര്യം ഫോസൈ. ഫോസൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y ആക്സിസിൽ ആ ഫോക്കസ് വരിക എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് 0 ± c എന്നാ. ഇനി നോക്ക്, വേർട്ടിസസും വരിക എന്തായാലും y ആക്സിലായിരിക്കും. ഫോക്കസ് ഉള്ള ആക്സിസ് ആണ് മേജർ ആക്സിസ്, അതിൻ്റെ എൻഡ് പോയിന്റ്സ് ആണ് വേർട്ടിസസ്. അപ്പോൾ അത് നിങ്ങൾക്ക് വരിക 0 ± a. ലാറ്റസ് റെക്ടത്തിൻ്റെ ഇക്വേഷൻ ഏത് എലിപ്സ് ആണെങ്കിലും 2b²/a ആണ്. എസെൻട്രിസിറ്റി ഏത് എലിപ്സ് ആണെങ്കിലും c/a ആണ്. ഹൈപ്പർബോളക്കും c/a ആണ്. അപ്പോൾ നോക്കിക്കുക, ഓരോന്നിൻ്റെതും വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. സിൻ്റെ വാല്യൂ കിട്ടിയത് √75. അപ്പോൾ ആൻസർ 0 ± √75. ആൻഡ് അടുത്തത് എയുടെ വാല്യൂ നിങ്ങൾക്ക് അവിടെ കിട്ടിയത് 10 അല്ലേ, അപ്പോൾ 0 ± 10. ആൻഡ് 2 × b² കിട്ടിയത് 25 ആണ്. ആൻഡ് എയുടെ വാല്യൂ
കിട്ടിയത് 10 ആണ്. ശരിയല്ലേ? ബി സ്ക്വയർ 25 അല്ലേ? യെസ്. അപ്പോൾ 2 × 25 50, 50/10 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ ലാറ്റസ് റെക്ടത്തിൻ്റെ ലെങ്ത് എന്താ? 5. എന്താ ഈ ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, ഈ ഫോക്കസ് കൂടെ വരയ്ക്കുന്ന നിങ്ങളുടെ ആക്സിസ് ഓഫ് ഈ എലിപ്സിൻ്റെ മേജർ ആക്സിസ് ഏതാണോ വൈ, അപ്പോൾ വൈക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോക്കസ് കൂടി വരയ്ക്കുന്ന ഈ ലൈനിനെയാണ് ലാറ്റസ് റെക്ടം എന്ന് പറയാം. ഇതിൻ്റെ ലെങ്ത് ആണ് അപ്പോൾ ആക്ച്വലി അവിടെ എന്ത് തന്നത്? 5. ഓക്കെ. എസെൻട്രിസിറ്റി C/A. സിയുടെ വാല്യൂ എത്രയാ? √75. എയുടെ വാല്യൂ എത്രയാ? 10. അപ്പോൾ ഇതാണ് എസെൻട്രിസിറ്റി. മേജർ ആക്സിസ് 2A, മൈനർ ആക്സിസ് 2B. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഈസി ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയും വരാറുണ്ട്. വേർട്ടിസസും ഫോക്കസും തന്നിട്ട് നിങ്ങളോട് അതിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറയും. എങ്ങനെയാ? വേർട്ടിസസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലായി? എ കിട്ടി. അപ്പോൾ ഇവിടെ A0 എന്ന് പറഞ്ഞ ഫോമുല, വിച്ച് മീൻസ് എയുടെ വാല്യൂ 5 ആണ്. അപ്പോൾ A 5 ആണെങ്കിൽ A² എന്താ? 5² എന്ന് പറഞ്ഞാൽ 25. ഫോക്കസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാകുക? C കിട്ടിയെന്നാ. അപ്പോൾ നോക്ക്, C കിട്ടി. C എത്രയാടാ? C എന്ന് പറഞ്ഞാൽ അവിടെ 4 ഉള്ളത്. അപ്പോൾ C 4 ആണെങ്കിൽ വാട്ട് ഈസ് C²? C² എന്ന് പറഞ്ഞാൽ 16. റെഡിയാ? പ്രശ്നമൊന്നുമില്ല. നിങ്ങളോട് ഇതിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചത്. ഇതിൻ്റെ മേജർ ആക്സിസ് ഏതായിരിക്കും? X ആണോ Y ആണോ? X. അതെങ്ങനെയാണ് മനസ്സിലായത്? ഫോക്കസ് ഉള്ളത് X ആക്സിലല്ലേ, കോർഡിനേറ്റ് ആ ഒരു ടേമിലല്ലേ ഉള്ളത്. അപ്പോൾ നോക്ക്, ഇങ്ങനെ വരുന്ന ഒരു എലിപ്സ് ആയിരിക്കും. ജസ്റ്റ് ഒരു റഫ് ഫിഗർ. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം, ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വരിക x²/A² + y²/B² = 1. ഓക്കെ, അതും പ്രശ്നമല്ല. എടാ നിങ്ങൾ നോക്ക്, C² A² തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചതാ C² = √A² - B². അങ്ങനെയാണെങ്കിൽ C = √A² - B² ആണെങ്കിൽ C² = A² - B². നമുക്ക് വേണ്ടത് B². ഈ -B² ഇങ്ങോട്ട് എടുക്കുന്നു, അപ്പോൾ പ്ലസ്. അപ്പോൾ A² - C² എന്ന് കിട്ടി. വാട്ട് ഈസ് A²? A² എന്ന് പറഞ്ഞാൽ 25. വാട്ട് ഈസ് C²? C² എന്ന് പറഞ്ഞാൽ 16. 25 - 16 എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ B²ൻ്റെ വാല്യൂ എത്രയാണ്? 9. B² കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്ക്, നിങ്ങളുടെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റിക്കൂടെ? x²/A²ൻ്റെ വാല്യൂ എത്രയാ? 25 പ്ലസ് y²/B²ൻ്റെ വാല്യൂ എത്രയാ? 9. അപ്പോൾ ഇതാണ് എന്ത്? നിങ്ങളുടെ ആ എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് ഈസി. രണ്ടാമത്തത് എസെൻട്രിസിറ്റി ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ എസെൻട്രിസിറ്റി? എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, E = C/A. C/A E = C/A. C/A എന്ന് പറഞ്ഞാൽ സീൻ്റെ വാല്യൂ എത്രയാണ് നിങ്ങൾക്ക് അവിടെ കിട്ടിയത്? എവിടെ? സീൻ്റെ വാല്യൂ 4 അല്ലേ? അപ്പോൾ 4/Aൻ്റെ വാല്യൂ എത്രയാണ്? 5. അപ്പോൾ എസെൻട്രിസിറ്റി എത്രയാണ്? 4/5. ഇത്രയേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ. സിമ്പിൾ, ഈസി. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ കൺസിഡർ ദ ഫോളോയിങ് എലിപ്സ്, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എലിപ്സ്. എന്താ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? X ആക്സിസ് ഉണ്ട്, Y ആക്സിസ് ഉണ്ട്. Y ആണ് വലുത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻഡ് പോയിന്റ്സ് ഇവിടെ മാർക്ക് ചെയ്തത് 3 ആണ്, ഇവിടെ -3 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ -2 ആണ്. മേജർ ആക്സിസ് ഏതാ? Y. അപ്പോൾ വൈയിലാണ് ഇവിടെ വലുതായിട്ട് വരുന്നത്. ആക്സിസ് Y ആണ് വലുതായിട്ട് വരുന്നത്. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ തന്നെ വരും. x² എന്താന്ന് ഞാൻ എഴുതുന്നില്ല, y² = 1 ആണ്. അപ്പോൾ വലുത് വരുന്നത് Y ആക്സിസ്. അപ്പോൾ അതിൻ്റെ എൻഡ് പോയിന്റ് എന്താ? 3. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുക y² 3². അപ്പോൾ എക്സിൻ്റെ എൻഡ് പോയിന്റ് എന്താ? 2. അപ്പോൾ x² 2² = 1. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ഫോക്കസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫോസൈ. ഇത് വേണമെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാക്കിയിട്ട് ഇങ്ങനെ എഴുതിക്കും, x² 4 + y² 9 = 1. എടാ കോർഡിനേറ്റ് ഓഫ് ഫോസൈ ചോദിച്ചിട്ടുണ്ട്. എന്താ ചെയ്യുക? C വേണ്ടേ? C എങ്ങനെ ഫൈൻഡ് ചെയ്യുക? C = √A² - B². A² അറിയാം, വലുത് എന്താ? വലുതെന്ന് പറഞ്ഞാൽ 9. മൈനസ് B² ചെറുതെന്താ? 2² 4. അപ്പോൾ 9 - 4 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ സിയുടെ വാല്യൂ √5. എടാ ഫോക്കസിൻ്റെ കോർഡിനേറ്റാണ് ചോദിച്ചത്. വാട്ട് ഈസ് ദ കോർഡിനേറ്റ് ഓഫ് ഫോസൈ? 2 ഫോക്കസുകൾ ഉണ്ടാവില്ലേ? Y ആക്സിസിലാണ് ഫോക്കസ്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വരും. എവിടെയാണെന്നുള്ളത് നമ്മൾ നോക്കണ്ട. ഫോസൈയുടെ കോർഡിനേറ്റ് അപ്പോൾ എന്താ വരിക? √5 എന്ന് പറഞ്ഞപ്പോൾ 2നേക്കാളും കൂടുതൽ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആയിക്കോട്ടെ വരിക. കറക്റ്റ് ആണെങ്കിൽ 2 കഴിഞ്ഞിട്ട് -2 കഴിഞ്ഞിട്ട് വരിക. അപ്പോൾ നോക്ക്, 0 ± C. അപ്പോൾ ആൻസർ 0 ± √5. ഇതാണ് എന്ത്? അതിൻ്റെ ഫോക്കസുകളുടെ കോർഡിനേറ്റ്. 0 √5, 0 - √5. ഓക്കെ ആണ്, സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് ആൻ എലിപ്സ് പാസിംഗ് ത്രൂ 3, 1 ഹാവിംഗ് ഫോസൈ ± 40, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസ്. ഇത് പറയുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് ഒരൊറ്റ കാര്യം പറഞ്ഞുതരാം. ഇത് നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. ആൻഡ് എലിപ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. എലിപ്സ് ഡിഫൈൻ ചെയ്യുന്നത് ആക്ച്വലി ഇത് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ഒരു എലിപ്സ്, ഏത് എലിപ്സ് ആണെങ്കിലും ആവട്ടെ, ഒരു റഫായിട്ടുള്ള ചിത്രമാണ്. എലിപ്സിൻ്റെ ഫോക്കസ് ഇത് C0. ഓക്കെ. ആൻഡ് ഇത് അടുത്ത ഫോക്കസ് -C0. എലിപ്സിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, ഇത് ഞാനിപ്പോൾ ഇവിടെ ഞാനൊരു S കൊടുക്കുന്നുണ്ട്, ഇവിടെ ഞാനൊരു S' കൊടുക്കുന്നുണ്ട്, ഇവിടെ ഞാനൊരു Pയും കൊടുത്തു. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കട്ടോ. ഇനി ശ്രദ്ധിച്ചോ, എലിപ്സിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ആണ് P എങ്കിൽ Pയിൽ നിന്ന് 2 ഫോക്കസിലേക്കും വരയ്ക്കുന്ന ലൈൻസ്, അതായത് PS-ഉം PS', ഈ 2 ലൈൻസിൻ്റെയും കൂടി സമ്മ്, ആ 2 ലൈൻസിൻ്റെയും കൂടി സമ്മ് PS-ഉം PS' കൂടി കൂട്ടിയാൽ
നിങ്ങൾക്ക് കിട്ടുന്നത് മേജർ ആക്സിസ് ആയിരിക്കും. 2a ആയിരിക്കും. 2a എന്ന് പറഞ്ഞാൽ എന്താ? മേജർ ആക്സിസിന്റെ ലെങ്ത് ആയിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കും കേട്ടോ. എലിപ്സിന്റെ കേസിൽ അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇഫ് ആൻ എലിപ്സ് പാസിംഗ് ത്രൂ 3 1 ഹാവിംഗ് ഫോസൈ +or-40 +or-40 ആണ് ഫോക്കസ് എങ്കിൽ എടാ എക്സ് ആക്സിസ് മേജർ ആക്സിസ് ആയിട്ടുള്ള എലിപ്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെ അല്ലേ. അപ്പോൾ ഏകദേശ ചിത്രമാണ് വരയ്ക്കുന്നത്, ഏകദേശ ചിത്രം. അപ്പോൾ ഇവിടെ ഒരു ഫോക്കസ് -40, ഇവിടെ അടുത്ത ഫോക്കസ് 40 ഓക്കെ ആണ്. ആൻഡ് ഈ എലിപ്സിൽ ഒരു പോയിന്റ് ആണ് 3 1. 3 1 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ എവിടെയെങ്കിലും ഉള്ള ഒരു പോയിന്റ് ആയിരിക്കും. ഓക്കെ ഫൈൻ. ഇനി നിങ്ങളോട് ചോദിച്ചത് ഫൈൻ ദ ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. നിങ്ങൾക്ക് പല രീതിയിൽ ഇത് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഇത് ചെയ്യുന്നതായിരിക്കും നന്നാവുക. -40 3 1 ജോയിൻ ചെയ്തു, 3 1 40 ജോയിൻ ചെയ്തു. ഓക്കെ, ഇതിന് ഞാൻ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു എസ് കൊടുത്തു, ഒരു S' കൊടുത്തു. ഇത് ഏതെങ്കിലും ഒരു പോയിന്റ് അല്ലേ പി. അപ്പോൾ സംഭവം എത്രയേ ഉള്ളൂ? ഈ പി എസും PS' കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 2a, അതായത് മേജർ ആക്സിസ്. എ ക്വസ്റ്റ്യൻ മേജർ ആക്സിന്റെ ലെങ്താണ്. അപ്പോൾ അത് ആദ്യം ഫൈൻഡ് ചെയ്യാം, പിന്നീട് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കിട്ടും, എന്നിട്ട് നമുക്ക് എസെൻട്രിസിറ്റിയോ ലാറ്റസ് സ്ട്രക്ചർ ഒക്കെ ഫൈൻഡ് ചെയ്യാം. നല്ലൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോ. അപ്പോൾ ഞാൻ PS-ന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് PS-ന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യുക? എടാ PS-ന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ. നോക്ക്, റൂട്ട് ഓഫ് ഈ 2 പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഒന്നിന് ഞാൻ ഇത് ഞാൻ x2 y2 കൊടുത്തു, x2, y2 എന്ന് കൊടുത്തു. ഇതിന് ഞാൻ x1 y1 എന്നും കൊടുത്തു. അപ്പോൾ നിങ്ങൾ നോക്ക്, x2 - x1 3 - -4 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1, അതായത് 1 - 0 ഹോൾ സ്ക്വയർ. അങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ കിട്ടുന്നത്. എത്രയായിരിക്കും എന്നറിയോ? റൂട്ട് ഓഫ് 3 -4 എന്ന് പറയുമ്പോൾ 7 കിട്ടുക. 3 + 4 7, 7ന്റെ സ്ക്വയർ 49, 49 + 1 √50 എന്ന് കിട്ടും. √50 നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യട്ടെ. സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടൂലേ, 25 × 2, അതായത് 5√2. 5√2 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ലെങ്ത് കിട്ടുക? PS കിട്ടുക. PS 5√2 ആണെന്ന് കിട്ടിയ നോ ഇഷ്യൂ, പ്രശ്നമൊന്നുമില്ല. ഇനി അതേപോലെ തന്നെ ഞാൻ PS' ഒന്ന് ഫൈൻഡ് ചെയ്യാം. PS' എങ്ങനെ ഫൈൻഡ് ചെയ്യുക? സ്ക്വയർ റൂട്ട് ഓഫ് ഇതാ നോക്കി, ഇതിന് ഞാൻ x1 y1 കൊടുക്കുന്നു. x2 - x1, അപ്പോൾ 3 - 4 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1, അപ്പോൾ 1 - 0 ഹോൾ സ്ക്വയർ. അപ്പോൾ ആൻസർ എന്താ വരിക? 3 - 4 - 1, -1ന്റെ സ്ക്വയർ പ്ലസ് 1 - 0 1. അപ്പോൾ 1ന്റെ സ്ക്വയർ, അപ്പോൾ 1 + 1 2 എന്ന് വരും. അപ്പോൾ √2. അപ്പോൾ PS' എത്രയാടാ? √2. അപ്പോൾ അത് രണ്ടും കിട്ടി. അപ്പോൾ ഇനി മേജർ ആക്സിസാണ്. മേജർ ആക്സിന്റെ ലെങ്ത് നമ്മൾ എന്താ പറഞ്ഞത്? 2a എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്തത് PS + PS' ആണ്, അത് 2a ആണ്. അപ്പോൾ സിമ്പിളാ, നോക്ക്, ഒന്ന് 5√2 ആൻഡ് PS' എന്താ? അത് √2, അതാണ് 2a. അപ്പോൾ നിങ്ങൾ നോക്ക്, 2a = 5√2 + √2 6√2. ഇതാണ് എ ക്വസ്റ്റ്യൻ ആൻസർ. മേജർ ആക്സിസ് കിട്ടി. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. 2a ആണ് മേജർ ആക്സിസ്, അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ആദ്യം ഒന്ന് നോക്കിക്കേ. വേഗം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എലിപ്സ്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം a അറിയണം. 2a = 6/√2 ആണെങ്കിൽ a = 6√2/2, അതായത് എയുടെ വാല്യൂ എന്ന് പറയുന്നത് 3√2 ആണ്. അങ്ങനെയാണ് a² എന്തായിരിക്കും? a² എന്ന് പറഞ്ഞാൽ 3യുടെ സ്ക്വയർ 9, √2ന്റെ സ്ക്വയർ 2, അപ്പോൾ a² വാല്യൂ കിട്ടുക നിങ്ങൾക്ക് 18 ആണ്. ഓക്കെ ആണേ, പ്രശ്നമൊന്നുമില്ല. ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ C തന്നിട്ടുണ്ട്. സിന്റെ വാല്യൂ എന്തായിരുന്നു? ഫോക്കസ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് C കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം, ശരിയല്ലേ? അപ്പോൾ സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ നിന്ന് 4 ആണെന്ന് മനസ്സിലായി. C² എന്ന് പറഞ്ഞാൽ 16 ആണ്. എടാ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് B² വേണം. അപ്പോൾ നോക്കിക്കോ, കൃത്യമായിട്ട് നോക്കിക്കോ. നമ്മൾ എങ്ങനെയാണ് B² ഫൈൻഡ് ചെയ്യുക? എടാ ഈസി, C² = A² - B². B² വേണമെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. അപ്പോൾ B² = A² + C². അങ്ങനെയാണ് നോക്ക്, B² വാല്യൂ എന്താ കിട്ടുക? A² എന്ന് പറയുന്നത് 18 അല്ലേ? യെസ്, സോറി A² - C² ആട്ടോ. ഇവിടെ നമ്മൾ പ്ലസ് അല്ല ഇട്ടത്. അപ്പോൾ B² = A² - C². അപ്പോൾ എന്താ കിട്ടുക നമുക്ക്? A² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18 മൈനസ് C² എന്ന് പറഞ്ഞാൽ എന്താ? C² = 16 കിട്ടി. അങ്ങനെയാണെങ്കിൽ B²ന്റെ വാല്യൂ B² = നമുക്ക് കിട്ടുന്നത് 2 ആയിരിക്കും. 18 - 16 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ B² കിട്ടി. ഇനി കൃത്യമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ബാക്കി എന്താണോ അതൊക്കെ നമുക്ക് എഴുതിയെടുക്കാം. ഫസ്റ്റ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്. എടാ ഫോക്കസ് എക്സ് ആക്സിസിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്തായിരിക്കും? ഫോക്കസ് എക്സ് ആക്സിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ x² + y² + b² = 1 എന്നാണ്. വിച്ച് മീൻസ് x² A² ആയിട്ട് കിട്ടിയത് എന്താ? A² ആയിട്ട് കിട്ടിയത് 18 ആണ്. B² ആയിട്ട് കിട്ടിയത് 2 ആണ്. അപ്പോൾ x² 18 + y² b² എന്താടാ? 2. അപ്പോൾ =1. ഇതാണ് എന്ത്? നിങ്ങളുടെ ആ എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. നോ കൺഫ്യൂഷൻ. അടുത്തത് എസെൻട്രിസിറ്റിയും ലാറ്റസ് റെക്റ്റവുമാണ്. എസെൻട്രിസിറ്റി E = c/a. സി എത്രയായിരുന്നു? 4. അപ്പോൾ 4/a. എത്രയായിരുന്നു? a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കിട്ടിയത് 3√2 അല്ലേ? അപ്പോൾ എസെൻട്രിസിറ്റി 4/3√2. സിമ്പിൾ. ആൻഡ് അടുത്തത് വേണ്ടത് ലാറ്റസ് റെക്റ്റം LR = 2b²/a.
2 into b square, 2 into b square, b square, where is b square? b square എത്ര കിട്ടിയത് 2. അപ്പോൾ 2 into 2 divided by a. ന്റെ വാല്യൂ എത്രയായിരുന്നു 3 root 2 അല്ലേ? അപ്പോൾ 3 root 2. 3 root 2. b square 2 ആണ് 4 എന്നാണ് നമ്മൾ എഴുതിയത്. 2 into 2 by 3 root 2. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ ലാറ്റസ് റെക്റ്റത്തിന്റെ വാല്യൂ 4 by 3 root 2. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും ഈ ഒരു കൺസെപ്റ്റ് ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ. ആൻഡ് ദ ഫൈനൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ കോണിക്. ഒരു കോണിക് തന്നിട്ടുണ്ട് ഹൈപ്പർബോളയിൽ നമ്മൾ ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ നോക്കിക്കോ, ഈ 9y square minus 4x square equal to 36 ഇതിൻ്റെ ആക്സിസ്, അതായത് ആക്സിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോക്കസ് ഉള്ള ആക്സിസ്, അത് ഏതാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? നിങ്ങൾ ആദ്യം ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി. 9y square minus 4x square equal to 36 ആണെങ്കിൽ എപ്പോഴും എലിപ്സും ഹൈപ്പർബോളൊക്കെ ഈക്വൽ ടു 1 ആയിരിക്കണം. അപ്പോൾ 36 കൊണ്ട് തന്നെ എല്ലാ ടേമും ഡിവൈഡ് ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് എന്താ കിട്ടുകയെന്നറിയോ? 9ഉം 36ഉം നമ്മളത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y square by 9ൽ 9 1 ടൈം, 36ൽ 4 ടൈം, y square by 4 മൈനസ് x square by 36ൽ 4 എത്ര ടൈംസ് 9 ഈക്വൽ ടു 1. ഇതാണ് എന്ത് നിങ്ങളുടെ ആ ഹൈപ്പർബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഏതാ നോക്കുക? y square ആണോ x square ആണോ? y square ആ. അപ്പോൾ എന്താണെന്നറിയോടാ ഇതിൻ്റെ പ്രത്യേകത? ഇത് y ആക്സിസിലേക്ക് ഓപ്പൺ ആയി കിടക്കുന്ന ഹൈപ്പർബോള ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരും. ഹൈപ്പർബോളയുടെ ഷേപ്പ് ഇങ്ങനെയല്ലേ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതാണോ ആദ്യം വരുന്നത് ഏതോ അതാണ് a square. അപ്പോൾ a square 4a2 ആ. രണ്ടാമത് വരുന്നത് ഏതാണോ അതാണ് b square. എലിപ്സിന്റെ കേസിൽ വലുതായിരുന്നു നമ്മൾ a square എടുക്കുക, ഇവിടെ ആദ്യം വരുന്നതാ. അപ്പോൾ b square 9 ആണെങ്കിൽ b3. ഓക്കെ, ഇത്രയും റെഡിയാണ് സാർ. ഫോക്കസ് ഉണ്ടാവുക അതാ y ആക്സിസിൽ ഇവിടെയാണ്. റെഡി? അപ്പോൾ ഓക്കെ ആണല്ലോ, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ഫോസൈ. ഫോസൈ വേണമെങ്കിൽ ആദ്യം c ഫൈൻഡ് ചെയ്യണം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഹൈപ്പർബോളയുടെ കേസിലാണെങ്കിൽ c ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ a square പ്ലസ് ബി സ്ക്വയർ ആണ്. ഇത് മറന്നു പോയത്, റൂട്ട് a square പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ c ഈക്വൽ ടു നോക്ക്, റൂട്ട് ഓഫ് a square 4 പ്ലസ് ബി സ്ക്വയർ 9. അപ്പോൾ 4 പ്ലസ് 9 എന്താ 13. അപ്പോൾ സിയുടെ വാല്യൂ റൂട്ട് 30. ഇതാണ് c. അങ്ങനെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഫോസൈ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. y ആക്സിസിലല്ലേ ഫോക്കസ് ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നേരത്തെ ഉള്ളതുപോലെ തന്നെ 0 പ്ലസ് ഓർ മൈനസ് c. അങ്ങനെയാണെങ്കിൽ 0 പ്ലസ് ഓർ മൈനസ് സിയുടെ വാല്യൂ എത്ര കിട്ടിയത്? റൂട്ട് 13. ഇതാണ് ഫോക്കസ് അല്ലെങ്കിൽ ഫോസൈഡ് കോർഡിനേറ്റ്. സോ അടുത്തത് ബി നോക്കി, എസെൻട്രിസിറ്റിയും എലിപ്സിലുള്ളതുപോലെ തന്നെ c ബൈ എ. സിയുടെ വാല്യൂ റൂട്ട് 13 ബൈ എയുടെ വാല്യൂ എത്രയാ? എയുടെ വാല്യൂ 2. ഓക്കെ, റൂട്ട് 13/2. ഇത് ഗ്രേറ്റർ ദാൻ 1 ആയിക്കോട്ടോ. ഹൈപ്പർബോളയുടെ എസെൻട്രിസിറ്റി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1, എലിപ്സിൻ്റെ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1, പാരബോളയുടേത് 1. അതൊക്കെ ഒന്ന് ജസ്റ്റ് പഠിച്ചു നോക്കട്ടോ. സി എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2b square by a ആണ്. അതിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 2 into b square എത്രയായിരുന്നു കിട്ടിയത്? b square ഈസ് ഈക്വൽ ടു 9. അപ്പോൾ 2 into 9 ഡിവൈഡഡ് ബൈ a എത്രയായിരുന്നടാ? a2 അല്ലേ? b square 9 a2. ഓക്കെ, അപ്പോൾ 2 into 9/2. അപ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ലാറ്റസ് റെക്ടം ഈക്വൽ ടു 9 എന്ന് കിട്ടും. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു വെക്കുക. ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണാൻ പറ്റും. ഓരോന്നോരോന്നേ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.